500 പേർക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. 35 കിലോ ഇന്ത്യ ഗേറ്റ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. 1 മണിക്കൂർ മുമ്പ് കഴുകി കുതിർത്ത അരി ചേർക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഉപ്പും കൊടുത്ത് 60% വെന്ത അരി ഊറ്റിയെടുക്കുക. ചോറിൽ ഉപ്പിൻ്റെ അളവും അരിയുടെ വേവും ശ്രദ്ധിക്കണം. വളരെ വേഗത്തിൽ പല കൊട്ടകളിലായി ഇത് വെക്കാം. ഉരുളിയോ വട്ടകയോ വെച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളി വാട്ടിയെടുക്കാം. ക്യാരറ്റും ബീൻസും സെല്ലറിയുടെയും ലിങ്സിൻ്റെയും കടഭാഗവും ഈ വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം. ലിങ്സും സെല്ലറിയുടെ കുറച്ച് ഭാഗവും പാത്രത്തിൻ്റെ സൈഡിൽ സോയാബീൻ സോസും ഒഴിക്കുക. റൈസിന് സ്മോക്കി ഫ്ലേവർ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചില്ലി സോസും പഞ്ചസാരയും ചേർത്ത് റൈസ് ചേർത്ത ശേഷം വെള്ളക്കുരുമുളക് പൊടിയും ആവശ്യമെങ്കിൽ കറുത്ത കുരുമുളക് പൊടിയും ചേർക്കാം. പെട്ടെന്ന് തന്നെ ചോറ് മിക്സാക്കി എടുക്കാം. ഇത് ഒരു ഫാസ്റ്റ് കുക്കിംഗ് മെത്തേഡാണ്. ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കിയ ശേഷം പാചകം ചെയ്യുന്നതാണ് നല്ലത്. ബട്ടർ ചിക്കൻ്റെ കൂടെയും ചില്ലി ചിക്കൻ്റെ കൂടെയും അസാധ്യ രുചികരമാണ് ഈ ഫ്രൈഡ് റൈസ്. വേണമെങ്കിൽ കുറച്ച് വെള്ളക്കുരുമുളക് പൊടിയും ചേർത്താൽ ഫ്രൈഡ് റൈസ് റെഡി.